കുഞ്ഞായി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ നമ്മൾ അതിപ്രധാനപ്പെട്ട ഒരു സ്ഥലത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് യാത്രയിൽ കാണാൻ ഇന്ത്യൻ മിലിറ്ററിയുടെ വാഹനങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണാൻ. കുറച്ച് കൂടി യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ പ്രധാനപ്പെട്ട സ്ഥലത്ത് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നത്. ഇപ്പം ഇരു സൈഡുകളിലും അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് മൂടൽ മഞ്ഞ് വകഞ്ഞു മാറ്റിക്കൊണ്ടുള്ള യാത്രയിലാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇരു സൈഡിലും നോക്കിയാൽ നമുക്ക് കാണാം, ഇപ്പോൾ വല സൈഡിലാണെങ്കിലും ഇന്ത്യൻ മിലിറ്ററിയുടെ ടെൻറ്റുകൾ കാണാം. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി അവർ നിലകൊള്ളുന്ന ഈ ടെൻറ്റുകളിലാണ് ഇപ്പോൾ നമ്മൾ മൂടൽ മഞ്ഞിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എത്ര പറഞ്ഞാലും എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ കടന്നുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഈ ടാറിംഗ് റോഡ് മാറി അവിടെ കോൺക്രീറ്റ് റോഡ് കാര്യങ്ങളൊക്കെ നല്ല ലെവൽ ചെയ്ത് നല്ല നിരപ്പായിട്ടിട്ടേക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെയാണ് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി നമ്മുടെ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എമർജൻസി ആയിട്ട് യുദ്ധവിമാനങ്ങൾ താഴ്ത്തുകയും പറത്തുകയൊക്കെ ചെയ്യുന്നത് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. കുറച്ച് മുന്നേ ആയിട്ട് മൂടൽ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു വാഹനം നിർത്തിയിട്ടേക്കുന്നതായിട്ട് കാണാം. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട സ്ഥലത്ത് എത്തിച്ചേരുക. ആ സ്ഥലത്ത് നമുക്ക് നോക്കിയാൽ തന്നെ കാണുവാൻ സാധിക്കും. നമ്മളിപ്പോൾ കാണുമ്പോൾ അതിമനോഹരമായിട്ടൊക്കെ തോന്നും. യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇവിടെ വണ്ടികളെല്ലാം ബ്ലോക്ക് ചെയ്ത് ഇവിടെട്ട് നമുക്ക് കടക്കുവാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ഇന്ത്യൻ മിലിറ്ററിയുടെ കയ്യിലായിരിക്കും കാര്യങ്ങൾ എല്ലാം. നമുക്ക് ആരെയും കടത്തി വിടുകയോ നമുക്ക് ഈ പ്രധാനപ്പെട്ട റോഡിൽ കൂടെ യാത്ര ചെയ്യുവാനോ സാധിക്കുകയില്ല. നമുക്കത് കണ്ടാൽ തന്നെ അറിയാൻ അതിമനോഹരമായി ഈ നല്ല ലെവലിൽ നല്ല നിരപ്പിൽ ആണ് ഇവിടെ. പുതിയൊരു വീഡിയോയിൽ വരുന്നതും വരെ ഗുഡ് ബൈ.